എനിക്ക് ഓവറോൾ കിട്ടിയ ഒരു മൈലേജ് എന്ന് പറയുന്നത്, ഞാൻ കുറച്ച് പൊളിച്ചോടിക്കുന്ന ഒരാളാണ്. സിറ്റി റൈഡും അത്യാവശ്യം ലോങ്ങും ഒക്കെ പോകുന്നുണ്ട്. മിക്സഡ് ആയിട്ടുള്ള ഒരു കണ്ടീഷനിൽ എൻ്റെ ഒരു ആവറേജ് മൈലേജ് എന്ന് പറയുന്നത് 37 ആണ്. ഇനിയിപ്പം ഒരു സിറ്റി റൈഡ് ബമ്പർ ടു ബമ്പർ ട്രാഫിക്കിൽ നിങ്ങൾ ഓടിക്കുന്ന ഒരാളാണ്, അത്യാവശ്യം ഡീസൻ്റൊക്കെ ആയിട്ട് ഓടിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ, ഇടയ്ക്ക് വണ്ടി സിഗ്നലിൽ നിർത്തുന്ന സമയം വരും, അതല്ലാതെ നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്നൊരു സാഹചര്യം വരും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരു സമയത്ത് നമുക്ക് 40-45 റേഞ്ചിലായിരിക്കും മൈലേജ് കിട്ടാനുള്ള സാധ്യത. ഇനിയൊരു സ്ഥിരമായിട്ടുള്ള റെഗുലർ കമ്മ്യൂട്ട്, നമുക്ക് ഓവർ ട്രാഫിക് ഇല്ല, നമുക്കൊരു 40-45 റേഞ്ചിൽ അല്ലെ 50ക്ക് അടുത്ത് ഓടിക്കാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 46 മുതൽ 48 വരെ കിട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ നമുക്ക് ഹൈവേയിലാണെന്നുണ്ടെങ്കിൽ, ഹൈവേയിൽ എന്ന് പറയുമ്പോൾ നമുക്കൊരു ക്രൂസിങ് സ്പീഡ് ഒരു 80, 85, 90 ആ റേഞ്ചിലൊക്കെ ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ, സിക്സ്ത് ഗിയറിൽ നമ്മൾ ഒരുപാട് റവ് ചെയ്യാതെ ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു ന്യായമായ റേഞ്ച് കിട്ടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 50 മുതൽ 54 വരെയൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അത് ഡിപ്പെൻസാണ്, നിങ്ങളുടെ റൈഡിങ് സ്റ്റൈലിനനുസരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുതായിട്ട് വേരി ചെയ്യും. പിന്നെ അതല്ല, നിങ്ങളിപ്പോൾ ഒരു അഗ്രസീവ് റൈഡറാണ്, എപ്പോഴും തുടർച്ചയായിട്ട് നിങ്ങൾ ഒരു 7000+ RPM ഒക്കെ പൊളിച്ച് കീപ്പ് ചെയ്ത് ഓടിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ന്യായമായ മൈലേജ് കിട്ടാനുള്ള സാധ്യതയില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോണത് ഒരു 35 to 37, 38 റേഞ്ചിലായിരിക്കും. ഈ വണ്ടി ലോ മിഡ് RPMൽ വളരെ കാമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം ഫ്യൂല് കത്തിക്കത്തില്ല. അതിന് മേലെ 7500 RPMന് മുകളിലോട്ട് പോകുമ്പോഴാണ് ഇതിൻ്റെ VVA ടെക്നോളജി ആക്ടിവേറ്റ് ആകുന്നത്. സോ ആ സമയത്ത് നല്ല രീതിയിൽ പെട്രോൾ കത്തും. വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. പേജ് ഫോളോ ചെയ്യാൻ മറക്കണ്ട. ഇതുപോലത്തെ ഇനിയും വീഡിയോസ് വരുന്നുണ്ട്. സ്റ്റേ ട്യൂൺ.